ആ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഞെട്ടിക്കുന്ന പല രഹസ്യങ്ങളുമാണ് പുറത്തേക്ക് വരുന്നത്. ഈ അതിജീവിത എന്ന് പറയുന്ന ഈ പരാതിക്കാരി അവർ തിരുവനന്തപുരത്ത് പോലീസിന് മുമ്പാകെ കൊടുത്ത മൊഴി, ആ മൊഴിയല്ല FIR-ൽ വന്നിട്ടുള്ളത് എന്നാണ് ഒന്നാമത്തെ കാര്യം. പല ചാനലുകളും വാർത്തകളിൽ പ്രഘോഷിക്കുന്നത് കേട്ടു, നാട്ടിലുള്ള പരാതിക്കാരിയെ വിദേശത്തുള്ള നടൻ എങ്ങനെ പീഡിപ്പിച്ചു എന്ന്. ഞാൻ മനസ്സിലാക്കുന്നത് 16-ാം തീയതി നിവിൻ പോളി ദുബായിൽ ഉണ്ട് എന്ന് തന്നെയാണ്. എനിക്കതറിയാം, ഞാനത് പറയാത്തത് ചാനലുകൾ എന്തായാലും വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി ഒരു അന്വേഷണം നടത്തട്ടെ, എവിടെ നിന്നാണ് അദ്ദേഹം വന്നത്. ഏതായാലും 16-ാം തീയതി നിവിൻ പോളി ദുബായിലുണ്ട് എന്ന കാര്യം ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്റെ ചോദ്യമാണ്, എന്തിനാണ് നിങ്ങളത് മറയ്ക്കുന്നത്? ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്? ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ രഞ്ജുളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വിനീത് ശ്രീനിവാസൻ നടത്തിയ വെളിപ്പെടുത്തൽ വലിയൊരു ബ്രേക്കിംഗ് ആയിരുന്നു. കഴിഞ്ഞ ദിവസം നിവിൻ പോളി ഈ പരാതിക്കാരി പറയുന്ന സമയത്ത് ദുബായിലായിരുന്നില്ല, അവരോടൊപ്പം ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു എന്ന് പറയുന്ന കാര്യം. 14-15 തീയതിയിൽ വർഷങ്ങൾക്ക് ശേഷം എന്ന ഷൂട്ടിംഗ് ലൊക്കേഷനിലും പിന്നീട് അദ്ദേഹം ഫാർമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കും പോയി എന്നാണ് പറയുന്നത്. 16-ാം തീയതി അവിടെ ഉണ്ടായിരുന്നുവെന്ന് ഫാർമയുടെ സംവിധായകൻ റിപ്പോർട്ടർ ചാനലോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു പുതിയ ആംഗിളുമായിട്ട് എത്തിയിരിക്കുകയാണ്. ഡിഫറെൻ്റ് ആംഗിൾ, അതാണ് ആ ചാനലിൻ്റെ പേര്. ഈ വിഷയത്തിൽ ഒരു പുതിയ ആംഗിളുമായിട്ട് എത്തിയിരിക്കുകയാണ് ഈ ഡിഫറെൻ്റ് ചാനലിൻ്റെ അവതാരകനും ഉടമസ്ഥനുമായ വ്യക്തി. അദ്ദേഹം പറയുന്നത് 16-ാം തീയതി നിവിൻ പോളി ദുബായിൽ ഉണ്ടായിരുന്നു എന്നത് ഏറെക്കുറെ ഉറപ്പാണ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് തെളിവുകളുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. വ്യത്യസ്തമായ വഴികളിലൂടെയാണ് ഇദ്ദേഹം അന്വേഷണം നടത്തിയത്. ഒരു മനഃശാസ്ത്രജ്ഞന് സഞ്ചരിക്കാത്ത വഴിയിലൂടെ സഞ്ചരിച്ച ഡോക്ടർ സണ്ണിക്ക് ശേഷം ഒരു മാധ്യമ പ്രവർത്തനം സഞ്ചരിക്കാത്ത വഴിയിലൂടെ സഞ്ചരിക്കുകയാണ് ഡിഫറെൻ്റ് ആംഗിളിൻ്റെ അവതാരകൻ. അദ്ദേഹം പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന പോയിന്റുകൾ ഇതൊക്കെയാണ്. ഒന്നാമത്തേത്, FIR-ൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ് പരാതിക്കാരി പറഞ്ഞ ഡേറ്റ് അല്ല. രണ്ടാമത്തെ കാര്യം, നിവിൻ പോളി 16-ാം തീയതി ദുബായിലാണ് എന്നുള്ള കാര്യത്തിൽ ഇദ്ദേഹത്തിന് ഏറെക്കുറെ ഉറപ്പുണ്ട്. മൂന്നാമത്തെ കാര്യം, ദുബായിൽ ഫ്ലാറ്റ് എടുത്തിരിക്കുന്നത് അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുള്ള ഒരാളായിരിക്കും. അതിനെതിരെ പല വിമർശനങ്ങളും വന്നിരുന്നു. പക്ഷെ ഇദ്ദേഹം സ്ഥാപിക്കുന്നത് ആ ഫ്ലാറ്റ് എന്ന് പറയുന്നത് ബെഡ് സ്പേസ് മാത്രമാണ്. ബെഡ് സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവാസികളായ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. മനസ്സിലാകാത്തവർക്ക് അറബിക്കഥ എന്ന സിനിമയിൽ ശ്രീനിവാസൻ താമസിക്കുന്ന സ്ഥലം ഏതാണെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു മുറിയിൽ ഒരുപാട് സിംഗിൾ ആൻഡ് ഡബിൾ ഡെക്ക് കോട്ടുകളുണ്ടാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ ഡെക്ക് കോട്ടാണ്. അടിയിൽ ഒരാൾക്ക് കിടക്കാം, മുകളിൽ ഒരാൾക്ക് കിടക്കാം. ഈ 6 അടി സ്ഥലമാണ്. ഈ 6 അടി സ്ഥലം മാത്രമാണ് ആ മുറിയിൽ നമ്മൾക്കാകെ അവകാശമുള്ള സ്ഥലം. അത്തരം ഒരു ബെഡ് സ്പേസിലാണ് ഇവർ താമസിച്ചിരുന്നതെന്നാണ്. പിന്നീട് ഇദ്ദേഹം പറയുന്ന ഒരു ആർഗ്യുമെന്റ്, ഇവർ ചാനലിന് മുന്നിൽ ബബടിയാനുള്ള കാരണം ചാനലിന് മുന്നിൽ പോയിരുന്ന പരിചയമില്ലാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ്. അവസാനത്തെ പോയിന്റ്, നിവിൻ പോളിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിലൂടെ ആ കേസിലുള്ള എല്ലാവരെയും രക്ഷിക്കാനുള്ള ഒരു ഗൂഢാലോചനയാണ് മാധ്യമങ്ങളും പോലീസുകാരും ഒക്കെ നടത്തുന്നത് എന്ന ഒരു ആരോപണത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ഈ കണ്ടെത്തലുകൾ അവസാനിക്കുന്നത്. തുടക്കം മുതൽ അവസാനം വരെ കണ്ടു കുറേ തെളിവുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഞാൻ അരിച്ചു പറക്കി നോക്കിയിട്ട് ഒരു തെളിവും കണ്ടില്ല. ഇനി നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ, ഉണ്ടോ ഇല്ലയെന്ന് അറിയാനായിട്ട്. ഇനി കിട്ടിയില്ലെങ്കിൽ നമ്മൾക്കൊരു ഐഡിയ ഉണ്ട്. പണ്ടത്തെ ആൾക്കാർ ഉപയോഗിക്കുന്ന പോലെ ഒരു വെറ്റിയിൽ കുറച്ച് മഷി തേച്ചിട്ട് മഷി നോട്ടം നടത്തി നോക്കുക, അല്ലെങ്കിൽ കുറച്ച് കവടി എടുത്തിട്ട് ഈ കവടി നിരത്തി നോക്കാം. അങ്ങനെയെങ്കിൽ ചിലപ്പോൾ ഇദ്ദേഹം പറഞ്ഞ തെളിവുകളൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞേക്കും. എന്തായാലും അദ്ദേഹത്തിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. അവർ തിരുവനന്തപുരത്ത് പോലീസിന് മുമ്പാകെ കൊടുത്ത മൊഴി, ആ മൊഴിയല്ല FIR-ൽ വന്നിട്ടുള്ളത് എന്നാണ് ഒന്നാമത്തെ കാര്യം. അവർ കൊടുത്ത ആ മൊഴിയിൽ പറഞ്ഞ തീയതിയല്ല FIR-ൽ വന്നിട്ടുള്ളത്. എന്തുകൊണ്ട്? പോലീസിൽ വന്ന് മൊഴി കൊടുക്കുമ്പോൾ നേരിട്ടെത്തി മൊഴി കൊടുക്കുന്ന സമയത്ത് ആ മൊഴി രേഖപ്പെടുത്തി അത് പ്രകാരമാണ് FIR ഇടേണ്ടത്. ആ FIR-ൽ അവർ പറയുന്ന തീയതികളാണ് രേഖപ്പെടുത്തേണ്ടത്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല? ഇവിടെ അവർ കൊടുത്ത മൊഴിയിൽ നവംബർ 2 മുതൽ നവംബർ 6 വരെയും അത് കഴിഞ്ഞിട്ട് ഡിസംബർ 6 മുതൽ ഡിസംബർ 17 വരെയുമാണ് ഈ അതിജീവിത എന്ന പരാതിക്കാരി വിദേശത്തുള്ളത്. ഇതിനിടയിലുള്ള നവംബർ 6 മുതൽ ഡിസംബർ 6 വരെയുള്ള കാലഘട്ടത്തിൽ ഈ പരാതിക്കാരി നാട്ടിലാണുള്ളത്, കേരളത്തിലാണുള്ളത്. എന്നാൽ പോലീസ് FIR രേഖപ്പെടുത്തിയിട്ടുള്ളത് നവംബർ 1 മുതൽ ഡിസംബർ 15 വരെ തുടർച്ചയായി എന്നാണ്. നവംബർ 1 മുതൽ ഡിസംബർ 15 വരെയുള്ള കാലയളവിൽ ഈ പരാതിക്കാരി വിദേശത്തുണ്ട്, ദുബായിലുണ്ട് എന്നാണ് പറയുന്നത്. അതെങ്ങനെ ശരിയാകും? ഇവിടെ ഇത് പരാതിക്കാരിക്ക് എതിരെ വരുന്ന സംഭാഷണം അതുകൊണ്ടാണ് വരുന്നത്. പല പത്രവാർത്തകളും പല ചാനലുകളും വാർത്തകളിൽ പ്രഘോഷിക്കുന്നത് കേട്ടു, നാട്ടിലുള്ള പരാതിക്കാരിയെ വിദേശത്തുള്ള നടൻ എങ്ങനെ പീഡിപ്പിച്ചു എന്ന്.
നാട്ടിലുള്ള പരാതിക്കാരിയെ വിദേശത്തുള്ള നടൻ എങ്ങനെ പീഡിപ്പിച്ചു എന്ന്. കേസ് അങ്ങനെയല്ല സാർ, വിദേശത്ത് വെച്ചാണ് പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. യുവതി നാട്ടിലാണെങ്കിലും ദുബായിലാണെങ്കിലും സംഗതി ദുബായിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് തെളിയിക്കപ്പെടേണ്ടത്. എന്തെങ്കിലും ആയിക്കോട്ടെ, താങ്കൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ തെളിവ് കണ്ടെത്തി എന്നൊക്കെ. അപ്പം നമ്മൾക്ക് അറിയാനുള്ളൊരു താല്പര്യമാണ്, FIRൻ്റെ കോപ്പി കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്താണ് ഈ വീഡിയോയിൽ കാണിക്കാതിരുന്നത്? ആ ഡേറ്റെങ്കിലും ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കായിരുന്നു. 2, ഇവർ തുടർച്ചയായിട്ട് അവിടെ ഇല്ല എന്ന് പറയുമ്പോൾ അവർ യാത്ര ചെയ്തതിൻ്റെ കോപ്പി, പാസ്പോർട്ടിൻ്റെ കോപ്പി കയ്യിലുണ്ടോ? അവർ യാത്ര ചെയ്തു എന്ന് പറയുന്ന ഡേറ്റ് അറിയാനായിട്ടാണ്. ഇനി നിങ്ങളുടേത് ആരെങ്കിലും പറഞ്ഞിട്ടുള്ള അറിവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങളത് വെരിഫൈ ചെയ്തത്? അതൊക്കെ പറഞ്ഞാലല്ലേ ഈ കാണുന്നവർക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ശരിയാണ്, FIRലെ ഡേറ്റ് വേറെയാണ്, ട്രാവൽ ചെയ്ത ഡേറ്റ് വേറെയാണ്. ട്രാവൽ ചെയ്ത ഡേറ്റ് തന്നെ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉറക്കപ്പിച്ചിൽ പറഞ്ഞെന്നാണ് പറയുന്നത്. നിങ്ങളോട് ഈ പരാതിക്കാരി തന്നെയാണ് പറഞ്ഞതെങ്കിൽ ഒന്ന് ഉറപ്പുവരുത്തുക ഇവർ ഉറക്കിപ്പിച്ചിൽ പറഞ്ഞതാണോ അല്ലയോ എന്നുള്ള കാര്യം. അടുത്തത്, ദുബായിൽ വെച്ചിട്ടാണ് ഈ ക്രൈം നടന്നിട്ടുള്ളത്. ആ കേസിൽ ഇവർ നാട്ടിലാണെന്ന് പറഞ്ഞതുകൊണ്ട് എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നത്? ഏത് ഡേറ്റിലായാലും അവർ ദുബായിലുള്ള സമയത്തായിരിക്കേണ്ടത് നടക്കേണ്ടത്. നാട്ടിൽ വെച്ചാണ് ആ ക്രൈം നടക്കുന്നതെങ്കിൽ പോലീസ് നാട്ടിൽ ഇവരുണ്ടായിരുന്നു എന്ന് പറഞ്ഞ കാര്യം മറച്ചു വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കത് മനസ്സിലാക്കാം. പക്ഷേ ദുബായിൽ വെച്ച് നടന്ന ക്രൈമിന് നാട്ടിലുണ്ടായിരുന്ന കാര്യം എന്തിനു മറച്ചു വെച്ചു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദ്യത്തിന്റെ സ്കോപ്പ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വിനീത് ശ്രീനിവാസന്റെ സെറ്റിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു, നിവിൻ പോളി ഉണ്ടായിരുന്നു എന്നത് സത്യം തന്നെയാണ്. ആ കാര്യത്തിൽ സംശയമില്ല. അവിടേക്ക് നിവിൻ പോളി എവിടെ നിന്നാണ് വന്നത്? അത് ഏതെങ്കിലും മീഡിയകൾ അന്വേഷിച്ചോ എന്ന് എനിക്കറിയില്ല. നിവിൻ പോളി അവിടെ അഭിനയിക്കാൻ വന്നത് എവിടെ നിന്നാണ് എന്നുകൂടി മീഡിയകളൊന്ന് അന്വേഷിക്കണം, ഈ ചാനലുകളൊന്ന് അന്വേഷിക്കണം. ഞാൻ പറയുന്നില്ല, എനിക്കതറിയാം. ഞാനത് പറയാത്തത്, ചാനലുകൾ എന്തായാലും വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി ഒരു അന്വേഷണം നടത്തട്ടെ. എവിടെ നിന്നാണ് അദ്ദേഹം വന്നത്? ഈ അഭിനയമെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം എങ്ങോട്ടാണ് പോയത്, എന്നാണ് പോയത്? ഈ കാര്യങ്ങൾ കൂടി അറിയണം. ഇത് തന്നെയാണ് പരാതിക്കാരിയും പറഞ്ഞത്. പാസ്പോർട്ട് ഹാജരാക്കട്ടെ, പാസ്പോർട്ടിൽ രേഖകൾ ഉണ്ടല്ലോ എന്ന്. തീർച്ചയായിട്ടും പാസ്പോർട്ട് രേഖകളുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് 16-ാം തീയതി നിവിൻ പോളി ദുബായിലുണ്ട് എന്ന് തന്നെയാണ്. ഇത് സ്റ്റേറ്റ്മെന്റ് മാത്രമുള്ളൂ കേട്ടോ. 16-ാം തീയതി നിവിൻ പോളി ദുബായിലുണ്ട് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് മാത്രമുള്ളൂ. ഇദ്ദേഹത്തിന്റെ തെളിവുണ്ട്, പക്ഷേ തെളിവൊന്നും പുള്ളി പറയില്ല. അത് മീഡിയകൾ കണ്ടുപിടിക്കണമെന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ വീഡിയോ പറയുന്നത് മീഡിയകൾ പോകാത്ത വഴിയിലൂടെ പോയിട്ടാണ് ഇദ്ദേഹം കണ്ടുപിടിച്ചെന്നാണ് പറയണേ. അപ്പോൾ പിന്നെ മീഡിയകൾ എങ്ങനെ കണ്ടുപിടിക്കുക? അവരിപ്പോൾ പോകുന്ന വഴി തെറ്റിയല്ലേ പോകുന്നത്. അപ്പോൾ നിങ്ങൾ അവർക്കൊരു ഡിറക്ഷൻ കൊടുക്കണ്ടേ? ആ വഴിയെ പോകല്ലേ, വലത്തോട്ട് തിരിഞ്ഞിട്ട് 4ാമത്തെ വീടിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടി പോകണം എന്നാലാണ് കറക്റ്റ് വഴി എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? അല്ലെങ്കിൽ മീഡിയ ഇന്നത് കണ്ടുപിടിച്ചിട്ട് റിവീൽ ചെയ്യുമെന്നാണ് നിങ്ങൾ പറയുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കിട്ടിയ തെളിവ് നിവിൻ പോളി 16-ാം തീയതി അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്നാണല്ലോ പറയുന്നത്. അതിനുള്ള തെളിവ് പുറത്തുവിടണം. പാസ്പോർട്ട് നോക്കി പരിശോധിക്കുന്ന കാര്യമൊക്കെ എല്ലാവരും നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇദ്ദേഹം വന്നത് പോയതും എവിടെ നിന്നാണെന്ന് വിനീത് ശ്രീനിവാസൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. ഫാർമയുടെ ലൊക്കേഷനിൽ വന്നു, ഫാർമയുടെ ലൊക്കേഷനിലേക്ക് പോയി. നിങ്ങൾ പറയുന്നത് ഇതിനിടയിൽ കൂടി അദ്ദേഹം ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് ദുബായിൽ പോയി ക്രൈം നടത്തി തിരിച്ചു വന്നു എന്നാണ് പറയുന്നതെങ്കിൽ ശരിയാണ്, അത് തെളിയിക്കേണ്ടത് പാസ്പോർട്ടിൽ നിന്നാണ്. പക്ഷേ നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്ന് പറയുന്ന കാര്യം എന്തുകൊണ്ടാണ് പുറത്തുവിടാത്തത്? സത്യത്തിൽ നിങ്ങൾ ചെയ്യുന്നത് ഈ അതിജീവിതയോട് കാണിക്കുന്ന ക്രൂരതയല്ലേ? നിങ്ങൾക്കൊരു തെളിവുണ്ടായിട്ടും ഇത്രയും ആളുകൾ, ഇത്രയും മാധ്യമങ്ങൾ, ഞാനടക്കമുള്ള ആളുകൾ അവരെ വിമർശിക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടായിട്ടും അവരെ വിമർശനത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് നോക്കിയിരിക്കുന്നത് വലിയൊരു ക്രൂരതയല്ലേ സർ? ഇങ്ങനെയൊക്കെ ചെയ്യാമോ? 15-ാം തീയതി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു തീയതിയിൽ പിടിച്ചിട്ടാണ് ഈ കളി മുഴുവൻ കളിക്കുന്നത്. പക്ഷേ കളി അവിടെ ഒന്നും തീരുന്നില്ല. ഒരുപാട് കഥകൾ പുറത്തു വരാനുണ്ട്. ഒത്തിരി കഥകൾ എനിക്ക് തന്നെ അറിയാം. കുറെ കാര്യങ്ങൾ ഇതിലുണ്ട്, കുറെ ഭീഷണികളുണ്ട്. അതുപോലെ കുറെ ട്രാൻസാക്ഷന്റെ കണക്കുകളൊക്കെ ചാനലുകൾ വിളമ്പുന്നത് കണ്ടു. അതൊക്കെ പുറത്തു പറയാനുണ്ട്. ഒത്തിരി കാര്യങ്ങളുണ്ട്. ഏതായാലും 16-ാം തീയതി നിവിൻ പോളി ദുബായിലുണ്ട് എന്ന കാര്യം ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇല്ല എന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് രേഖകൾ സംസാരിക്കും, പോലീസ് അത് പുറത്തു പറയും. എന്തിനാണ് FIRൽ ഇങ്ങനെ തെറ്റായി രേഖപ്പെടുത്തിയത്? പരാതിക്കാരി ഈ പരാതിയിൽ പറയുന്ന സമയത്ത് ദുബായിൽ ഇല്ലായിരുന്നു, നാട്ടിലായിരുന്നു എന്ന് പറയാനാണോ? ഇയാൾ ഇതന്നെ പിന്നെയും ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ സ്നേഹിത നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നാട്ടിലാണെന്ന് പോലീസ് പറഞ്ഞുകൊണ്ട് എന്താ ഗുണം? അവർ പറഞ്ഞ ഡേറ്റിൽ, അതായത് 15, 16, 17 ആ ഡേറ്റിൽ ദുബായിലുണ്ടെന്ന് പോലീസിന്റെ FIRലും ഉണ്ട്, ഇവർ പറഞ്ഞ മൊഴിയിലും ഉണ്ട്. പോലീസ് മിസ്സാക്കിയിട്ടില്ലല്ലോ, ദുബായിൽ തന്നെയാണെന്നാണല്ലോ പറയുന്നത്. നാട്ടിൽ വെച്ച് ക്രൈം നടന്നിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം നാട്ടിലുണ്ട് എന്ന് പറയുന്ന കാര്യം മറച്ചു വെച്ചു എന്ന്. ദുബായിൽ വെച്ച് നടന്ന ക്രൈമാണ്.
ദുബായിലാണ് യുവതി ഉള്ളതെന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. അതിലെന്താണ് മിസ്റ്റേക്ക്? ശരി, ഞാൻ FIR കാണാത്തതുകൊണ്ട് എനിക്കറിയില്ല ഏത് ഡേറ്റിനാണ് അത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ പറ, ഏത് ഡേറ്റാണ് FIRൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്? ആ FIRൻ്റെ കോപ്പി ഒന്ന് കാണിക്കും. നിങ്ങളുടെ അതിലെ രേഖകളുണ്ട്, ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ടെന്ന് പറയുന്നു. എവിടെയാ രേഖയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് പരിശോധിക്കണം. അത് ഇത്ര വലിയ രേഖയായിപ്പോൾ നമ്മൾക്ക് ആർക്കും അറിയില്ലല്ലോ ആ രേഖ നോക്കിയിട്ടാണ്, പാസ്പോർട്ടിൽ നോക്കിയിട്ടാണ് മനസ്സിലാക്കേണ്ടതെന്നുള്ളത്. നേരത്തെ പറഞ്ഞതുവരെ പാസ്പോർട്ട് നോക്കി തന്നെയാണ് ഇവർ ഈ ക്രൈം നടന്നു എന്ന് പറയുന്ന ദിവസം നിവിൻ പോളി ദുബായിലുണ്ടായിരുന്നു, ഈ സ്ത്രീ ദുബായിലുണ്ടായിരുന്നു എന്നുള്ള കാര്യം തെളിയിക്കേണ്ടത്. അല്ലാതെ വേറെ ഏത് രേഖയാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് കാണിക്കൂ. നിങ്ങളെന്തിനാണ് മറച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്? ദുബായിൽ ഒരു ഫ്ലാറ്റ് എടുത്ത് താമസിക്കാൻ തക്കവണ്ണം സാമ്പത്തിക ഭദ്രത ഉള്ള ആളാണോ ഈ പറയുന്ന അതിജീവിത എന്നാണ് ചോദിക്കുന്നത്. ഈ അതിജീവിത എന്ന് പറയുന്നത് നിങ്ങളെയും എന്നേക്കാളും വളരെ സാധുവായിട്ട് ജീവിക്കാൻ പെടാപ്പാടുപെടുന്ന രണ്ട് സാധുക്കളാണ്. അതുകൊണ്ടാണ് ഇവരുടെ ട്രാപ്പിൽ ചെന്ന് പെട്ടുപോയത്. ദുബായിൽ ഫ്ലാറ്റ് എടുത്ത് ജീവിക്കുന്ന വലിയ ആഡംബര ജീവിതം നയിക്കുന്ന ആളൊന്നുമല്ല ഇത്. ദുബായിൽ പ്രവാസ ജീവിതത്തിൽ നയിക്കുന്ന സാധാരണക്കാരായ ആൾക്കാർക്ക് അറിയാം ഒരു ഫ്ലാറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് എത്ര റൂമുകളായി മാറുമെന്ന്. ടോയ്ലറ്റ് അതേപോലെ കിച്ചൺ കോമണും ബാക്കിയുള്ള റൂം പോലും ബെഡ് സ്പേസ് ആയി മാറുന്ന കഥകള് വിദേശത്ത് പണിയെടുക്കുന്നവർക്കറിയാം. അത്തരത്തിൽ മാറിയിട്ടുള്ള ഒരു ഫ്ലാറ്റിലെ ഒരു ബെഡ് സ്പേസ് ആണ് ഈ അതിജീവിതയുടെ വീട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫ്ലാറ്റ് എന്ന് മനഃപൂർവ്വം എന്തിനാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ മറയ്ക്കുന്നത്? എന്റെ ചോദ്യമാണ്, എന്തിനാണ് നിങ്ങളത് മറയ്ക്കുന്നത്? ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്? എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ, ഇദ്ദേഹം ഇത് പറയുന്നത് നിവിൻ പോളിനെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ബെഡ് സ്പേസ് എന്താണെന്നറിയാവുന്ന പ്രവാസികൾക്കെല്ലാം അറിയാം. ഞാൻ ഉപയോഗിച്ചിരുന്നത് ബെഡ് സ്പേസ് ആണ് അക്കോമഡേഷന് വേണ്ടി. നമ്മൾ ദുബായി പോകുന്നത് പൈസ സമ്പാദിക്കാൻ വേണ്ടിയാണല്ലോ. അപ്പോൾ പരമാവധി ചിലവ് കുറച്ച് ജീവിക്കുക എന്നുള്ളതാണ് തത്വം. അത് അന്നും അതെ ഇന്നും അതെ. എൻ്റെ ഒരു രീതി എന്താണ്? പരമാവധി ചിലവ് കുറച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞങ്ങൾ 14 പേരാണ് ഉണ്ടായിരുന്നത്. ഇനിയും നിങ്ങൾക്ക് ബെഡ് സ്പേസ് എന്താണെന്ന് പറഞ്ഞത് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറബി കഥ എന്ന സിനിമയിൽ ശ്രീനിവാസൻ താമസിക്കുന്ന സ്ഥലം ഒന്ന് നോക്കിയാൽ മതി. ശ്രീനിവാസനും ഐക്കയും അഗസ്റ്റിനും ഒക്കെ താമസിക്കുന്ന ഒരു മുറി കാണിക്കുന്നില്ലേ, അത് ഒന്ന് റെഫർ ചെയ്താൽ മതി, മനസ്സിലാകും. ഇദ്ദേഹം പറഞ്ഞതുപോലെ ഒരു ബെഡ് സ്പേസിലാണ് അവർ താമസിക്കുന്നതെങ്കിൽ ഈ ക്രൈം നടന്നിരിക്കുന്നത്, അതായത് നിവിൻ പോളി ഉൾപ്പെട്ടിരിക്കുന്ന ക്രൈം കേട്ടോ, ആദ്യത്തെ ക്രൈം നടന്നിരിക്കുന്നത് ഒരു ഹോട്ടലിൽ വെച്ചിട്ടാണ്, ക്രീക്ക് സൈഡിലുള്ള ഹോട്ടലിൽ വെച്ചാണ് നടന്നിരിക്കുന്നത്. രണ്ടാമത്തെ ക്രൈമിലാണ് നിവിൻ പോളി ഉൾപ്പെട്ടിരിക്കുന്നത്. അത് നടക്കുന്നത് ഇവർ താമസിക്കുന്ന മുറിയിൽ വെച്ചാണെന്ന് ഇവർ തന്നെ പറയുന്നുണ്ട്. അതൊന്ന് ഞാൻ കേൾപ്പിച്ചു തരാം. അതെ, അപ്പൊ ആ ഫ്ലാറ്റിൽ വെച്ചാണ് പീഡിപ്പിച്ചത്, ഹോട്ടലിൽ വെച്ചല്ല? അല്ല, ഫ്ലാറ്റിൽ വെച്ചിട്ടാണ് 3 ദിവസം ലോക്ക് ചെയ്തിട്ട് ആ റൂമിൽ. ആരുടെ റൂമിലാണ് ലോക്ക് ചെയ്തത്? താങ്കളുടെ റൂമിൽ ലോക്ക് ചെയ്തോ അതോ ഈ ശ്രേയയുടെ റൂമിൽ ലോക്ക് ചെയ്തോ? എന്റെ റൂമിൽ ലോക്ക് ചെയ്തു. അതല്ല, തലേ ദിവസം ബിനു കുട്ടൻ ബഷീർ എന്ന് പറഞ്ഞവർ ശ്രേയയുടെ കൂടെ ഉൾപ്പെട്ട് വന്നിട്ട് ഞാൻ AK സുനിലുമായിട്ട് പ്രശ്നമുണ്ടായത് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ബഹളം വയ്ക്കുകയും എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, എന്നെ ഇവിടുന്ന് നാട്ടിലോട്ട് വിടില്ല, അവിടെ അവർ പറയുന്ന കേട്ട അനുസരിച്ച് അവിടെ നിന്നില്ലെങ്കിൽ എൻ്റെ നാട്ടിലുള്ള ഭർത്താവിനെയും കുഞ്ഞിനെയും കൊലപ്പെടുത്തുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളുടെ അടുത്ത് ഫസ്റ്റ് വന്നത്. പിറ്റേ ദിവസമാണ് നിവിൻ പോളി വന്നതും. അങ്ങനെ അതെ. അപ്പൊ ആ രാത്രിയിൽ അവർ 3 പേരും താങ്കളുടെ ഫ്ലാറ്റിൽ തന്നെ ഉണ്ടായിരുന്നു? 3 പേര് ശ്രേയ ഉൾപ്പെടെ, ശ്രേയയും കൂടി ആ റൂമിലുണ്ടായിരുന്നു. ഇത് കണ്ടിന്യൂസ് ആയ ക്ലിപ്പല്ല കേട്ടോ. ഞാൻ ഈ റൂമിനെ കുറിച്ച് പരാമർശിക്കുന്ന ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തതാണ്. ഇതിൽ പറയുന്നത് ഇവർ ഈ ബെഡ് സ്പേസ് ഷെയർ ചെയ്യുന്ന റൂമിൽ വെച്ചാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. 3 ദിവസം ഈ മുറി അടച്ചിട്ടിരുന്നു. എൻ്റെ ഡിറ്റക്റ്റീവ് ഡിഫറെൻ്റ് ആംഗിളെ ഒരു സംശയമാണ്. ഈ 3 ദിവസം ഈ ബെഡ് സ്പേസ് ഷെയർ ചെയ്ത ആൾക്കാർ എവിടെ പോയി കിടന്നുറങ്ങി? പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ അവരെവിടെയാണ് പോയത്? ബെഡ് സ്പേസ് എടുക്കുന്ന ആളുകളൊക്കെ പരമാവധി ഒന്ന് അരിഷ്ടിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു വരുന്നവരാണ്. പൈസ സമ്പാദിക്കണം, കിട്ടുന്ന പൈസയ്ക്ക് പരമാവധി ഒതുക്കി ചെലവാക്കി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഈ 3 ദിവസവും ഇവരോടൊപ്പം ബെഡ് സ്പേസ് ഷെയർ ചെയ്യുന്ന ആളുകൾ എവിടെയാണ് താമസിച്ചത്? പെട്ടെന്ന് ഇവർ വന്നിട്ട് അറ്റാക്ക് ചെയ്യലേ ചെയ്തത്. അല്ലാതെ നേരത്തെ ഫോൺ കോൾ വിളിച്ചു പറഞ്ഞിട്ട് ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട് കേട്ടോ, മുറിയിലെ ആൾക്കാരെയൊക്കെ മാറ്റിക്കോളൂ എന്ന് പറഞ്ഞിട്ടാണോ വന്നത്? സാധാരണഗതിയിൽ ബെഡ് സ്പേസ് ആയതുകൊണ്ട് ഒരു കാര്യം പറയുകയാണ്, നമ്മൾ എല്ലാവരും രാവിലെ ജോലിക്ക് പോകുന്നു, എങ്ങനെയെങ്കിലും വന്ന് കിടന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത് കേട്ടോ. വന്ന പാടെ ഒന്ന് കുളിച്ച് നേരെ കട്ടിലിൽ പോയി കുറച്ചു നേരം കിടക്കും.
അതേപോലെയുള്ള ആളുകളായിരിക്കുമല്ലോ ഇവരുടെ കൂടെ താമസിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ പോലെ പൈസയൊന്നും ഇല്ലാതെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അവർ ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ വാതിലടഞ്ഞ് കിടക്കണമെങ്കിൽ അവരെന്ത് ചെയ്യും? അയ്യോ വാതിലടഞ്ഞ് കിടക്കുകയാണല്ലോ, എന്നാൽ പിന്നെ നമ്മൾക്ക് അടുത്ത ഹോട്ടലിൽ പോയി റൂം എടുത്താലോ എന്ന് പറഞ്ഞിട്ട് പോയി റൂം എടുക്കുമോ? അവിടെയുള്ള എല്ലാവർക്കും ബന്ധുക്കളുണ്ടാവും ഒന്ന് മാറി നിൽക്കാൻ. ഹേയ്, ജോലിക്ക് പോയ ഡ്രസ്സാണെന്നേ, അവർ തിരിച്ചു വന്ന് ഡ്രസ്സ് മാറണ്ടേ? അവരുടെ സാധന സാമഗ്രികളൊക്കെ ഇതിൻ്റെ അകത്തിരിക്കുകയാണ്. ഡോറ് തുറക്കാൻ പറ്റിയില്ലെങ്കിൽ അവരാരെങ്കിലുമൊക്കെ വിളിച്ചു വരത്തില്ല ഇത് ലോക്കായിട്ടെന്ന് അറിയുമ്പോഴേക്കും. അല്ലാതെ 3 ദിവസം അവർ വെയിറ്റ് ചെയ്യുമോ? അപ്പോൾ ഇവരെ പോലെ ആ റൂമിൽ താമസിക്കുന്ന മറ്റു പാവപ്പെട്ട ആൾക്കാരെ എവിടെയാണ് നിവിൻ പോളിയും കൂട്ടരും കൊണ്ടേക്കിടത്ത് ഉറക്കിയത്? ആ ബെഡ് സ്പേസിലുള്ള ആൾക്കാർക്ക് തൊട്ടടുത്ത മുറിയിൽ നിവിൻ പോളി അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആ മുറിയിൽ നിന്ന് പോകുന്നു, ആ മുറിയിൽ നിന്ന് ഇപ്പുറത്തേക്ക് വരുന്നു. നിവിൻ പോളിയെ കണ്ടാൽ ആർക്കും മനസ്സിലാവത്തില്ലയോ? വളരെ വ്യത്യസ്തമായ രീതിയിൽ സഞ്ചരിച്ചിട്ടാണ് ഈ തെളിവുകളൊക്കെ ഇദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത്. അവരുടെ വിദ്യാഭ്യാസപരമായിട്ട് അല്ലെങ്കിൽ ക്യാമറയുടെ മുന്നിൽ ഇത്തരത്തിൽ മറ്റു രീതിയിൽ സംസാരിക്കാൻ വലിയൊരു അറിവോ പ്രാപ്തിയോ ഇല്ലാത്ത ഒരു കൂട്ടം, ഒരു വിഭാഗം. അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഇവരെ ട്രാപ്പിൽപ്പെടുത്താൻ പറ്റുന്നത്. അവരെ കൊണ്ട് തലങ്ങും വിലങ്ങും ചോദിക്കുമ്പോൾ, കോടതിയിൽ ചോദ്യം ചെയ്യുന്നവർ ചോദിക്കുമ്പോൾ പറ്റിപ്പോണ ചില നാക്കുപിഴകൾ, ആ നാക്കുപിഴകളിൽ പിടിച്ചുകൊണ്ട് വിധി പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ പറഞ്ഞ സംഭവം ശരിയാണ് എന്നുണ്ടെങ്കിൽ ഡേറ്റ് 14-15 കൊണ്ട് മാറ്റിവെക്കൂ. മറ്റുള്ള ദിവസങ്ങളിൽ നിവിൻ പോളി എവിടെയായിരുന്നു എന്നും ആ സമയത്ത് നിവിൻ പോളിക്കൊപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുകൂടി നിങ്ങളൊന്ന് അന്വേഷിക്കണം. അന്വേഷിക്കട്ടെ. ഇനി 14, 15, 16 അല്ല തീയതി, വേറെ ദിവസങ്ങളിലാണ് ഈ ക്രൈം നടന്നിരിക്കുന്നത്. ആ ദിവസങ്ങളിൽ നിവിൻ പോളി ദുബായിലുണ്ടായിരുന്നു, ഇവരും ദുബായിലുണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ അന്വേഷിക്കട്ടെ. അതിലൊന്നൊരു വിഷയമല്ല. പക്ഷെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നു നിന്ന് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ മാറ്റിപ്പറഞ്ഞതെന്നൊക്കെ പറയാൻ ചെറിയ തൊലിക്കെട്ടിയൊന്നും പോരാ കേട്ടോ. ക്യാമറയ്ക്ക് മുന്നിൽ എന്ന് പറയുമ്പോൾ പറയുന്ന കാര്യം സത്യസന്ധമാണ് എന്നുണ്ടെങ്കിൽ ബബ്ബടിക്കേണ്ട ആവശ്യം വരാറില്ല സാധാരണഗതിയിൽ. നിങ്ങൾ എന്തൊക്കെ മണ്ടത്തിൽ ഇവർ പറഞ്ഞു എന്നുള്ളവരെ നിങ്ങൾക്കറിയാമല്ലോ. ക്യാമറ, വൈഫൈ ഹാക്കിംഗ്, 2 ഫോണ്. നിവിൻ പോളിയും നിവിൻ പോളിയുടെ ഗുണ്ടകളും മണ്ടന്മാരായിരിക്കും ഒരു ഫോൺ പിടിച്ചു വെച്ചിട്ട് മറ്റേ ഫോൺ ഇവർക്ക് കമ്മ്യൂണിക്കേഷൻ വേണ്ടി കൊടുക്കാനായിട്ട്. എന്തായാലും ആയിക്കോട്ടെ, അത് കോടതിയിൽ തെളിയിക്കട്ടെ. ഇനി അവസാനത്തെ ആർഗ്യുമെന്റ് എന്താണെന്ന് കേൾക്കാം. നിവിൻ പോളിയുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞല്ലോ ഒരാളെ അറിയാം, ഫണ്ടറെ അറിയാമെന്നുള്ളത്. ആ ഫണ്ടറാണ് ഈ കേസിലെ 1-ാം പ്രതി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ നിവിൻ പോളി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എടുത്തു വെച്ചുകൊണ്ട് 14-15 തീയതികളിൽ നിവിൻ പോളി ഇവിടെ കേരളത്തിൽ ഉള്ളത് കൊണ്ട് അതിനെ എടുത്തു വെച്ചുകൊണ്ട് നിവിൻ പോളിനെ കരുവാക്കിക്കൊണ്ട് ബാക്കിയുള്ളവരെ രക്ഷിച്ചെടുക്കാനുള്ള ഒരു ആസൂത്രിത ശ്രമമാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭാഷണം നടത്തേണ്ട ആവശ്യമില്ല. ഇവിടെ 1-ാം പ്രതിയുണ്ട്, മറ്റു പ്രതികളുണ്ട്. നിവിൻ പോളി വെറും 6-ാം പ്രതിയായിട്ടാണ് പോലീസ് ചേർത്തേക്കുന്നത്. അപ്പോൾ 6-ാം പ്രതിക്കാരന് മുമ്പ് 1-ാം പ്രതിക്കാരന് എന്താ മിണ്ടാത്തത്? അപ്പോൾ ഈ 6-ാം പ്രതിക്കാരന്റെ കാര്യം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് വന്നിട്ട് 14-15 തീയതി എന്ന നാക്കുപിഴയിൽ ഒന്ന് പിടിച്ചു കുരുക്കിയിട്ട് നിവിൻ പോളിയെ പൂർണ്ണമായും കുറ്റവിമുക്തനാകുമ്പോൾ ഇവ കേസിൽ നിന്ന് പിന്മാറുകയും ബാക്കിയുള്ള മുഴുവനും കുറ്റവിമുക്തരാകുകയും ചെയ്യുന്നുള്ള ഗൂഢബുദ്ധി അവർക്ക് ഉപദേശിച്ചു കൊടുക്കാൻ മാധ്യമങ്ങളും ഒരുപക്ഷെ വക്കീലന്മാരും ഇനി പോലീസ് തന്നെ ഒരുപക്ഷെ ഉണ്ടായേക്കാം. അങ്ങനെ ഒരു ബുദ്ധി ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മാധ്യമങ്ങളെയും വക്കീലിനെയും പോലീസിനെയും എനിക്കൊന്ന് കാണണം. അപാര ബുദ്ധിയാണെന്ന് പറഞ്ഞവരൊന്ന് അഭിനന്ദിക്കാൻ വേണ്ടിയാ. ഒരു കുറ്റകൃത്യത്തിലെ 6-ാം പ്രതിയായിരുന്ന ആള് അയാളുടെ നിരപരാധിത്വം തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കേസ് കൊടുത്ത ആൾ പിന്മാറുക, ബാക്കിയുള്ള ആൾക്കാർ രക്ഷപ്പെട്ടു പോവുക. എൻ്റെ പൊന്നു മോനെ, ഇങ്ങനെയൊക്കെ ചിന്തിച്ചെടുക്കണമെങ്കിലുണ്ടല്ലോ വല്ലാത്തൊരു ലോജിക്ക് വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തെ എല്ലാ കേസുകളും എല്ലാവരും രക്ഷപ്പെട്ടു പോകുമല്ലോ. കാരണം ഏതെങ്കിലും ഒരു പ്രതി അതിൽ നിരപരാധിയാണെന്നുണ്ടെങ്കിൽ അയാൾ രക്ഷപ്പെട്ടു പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ രക്ഷപ്പെട്ടു പോകേണ്ടതാണല്ലോ. എവിടെ നിന്നാണ് ഈ ലോജിക്ക് കിട്ടിയത്? നമ്മൾ വ്യത്യസ്തമായ വഴിയിലൂടെ സഞ്ചരിച്ച് കണ്ടുപിടിച്ചതായിരിക്കും അല്ലേ? ഒരു മാധ്യമ പ്രവർത്തനം സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഡിഫറൻ്റായി സഞ്ചരിച്ച് കണ്ടുപിടിച്ചെടുത്ത സംഗതികളാണ് ഇതൊക്കെ. സത്യത്തിൽ ഈ വീഡിയോ നിങ്ങൾ ഒന്നുകൂടി കണ്ടു നോക്കണം, തുടക്കം മുതൽ അവസാനം വരെ. സത്യത്തിൽ നിങ്ങൾ ഈ വീഡിയോ നടത്തിയത് നിവിൻ പോളിയെ രക്ഷിക്കാനല്ലേ? അല്ലെങ്കിൽ ഇതുപോലുള്ള ലോജിക്കില്ലാത്ത കാര്യങ്ങൾ വന്നിരുന്നു പറയൂ. പാസ്പോർട്ടിൻ്റെ കാര്യം നിങ്ങൾ പറഞ്ഞത് സമ്മതിച്ചു. അത് നിങ്ങൾ പറഞ്ഞതുകൊണ്ടല്ല, എല്ലാവർക്കും അറിയാം ആ കാര്യം. പാസ്പോർട്ടിൽ വന്നിരിക്കുന്ന തീയതികളാണ് ഇതിൽ ക്രൂഷ്യലാകാൻ പോകുന്നതെന്ന് അതാരും കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇനി വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് പറയാം. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയാൻ പാടില്ല അതിനെക്കുറിച്ച്. പക്ഷെ പാസ്പോർട്ടിൽ ട്രാവൽ ചെയ്തിരിക്കുന്ന തെളിവുകളാണ് ക്രൂഷ്യലായ തെളിവുകൾ. അത് ഡിഫറെൻ്റ് ആംഗിൾ പറഞ്ഞിട്ട് വേണ്ട ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കാൻ. ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണവുമായി നമ്മൾക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.